നമ്മുടെ രാജ്യം ഏറ്റവും ശക്തമായ ആയുധമായി വെച്ചിരിക്കുന്ന റഫേലിൻ്റെ എല്ലാ സാങ്കേതികവിദ്യാ രഹസ്യങ്ങളും ചൈന ചോർത്തിയെന്നും അത് ഒരു ഫ്രഞ്ച് പൈലറ്റിലൂടെയാണ് ചോർത്തിയതെന്നും ഉള്ള പുതിയ വാർത്ത ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. ചൈനയെ പ്രതിരോധിക്കാനും ചൈനയോട് മത്സരിക്കാനുമാണ് നമ്മൾ റഫേൽ ഫ്രാൻസിൽ നിന്ന് വാങ്ങി വലിയ അമൂല്യമായുധമായി സൂക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ സാങ്കേതികവിദ്യയെല്ലാം ചോർന്നുവെന്നും അത് നഷ്ടപ്പെട്ടുവെന്നും അതെല്ലാം ഇന്ന് ചൈനയ്ക്ക് മനഃപ്പാടമാണെന്നും അതുകൊണ്ട് തന്നെ അത് കനത്ത വെല്ലുവിളിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനും അതോടൊപ്പം തന്നെയുള്ള യുദ്ധസന്ദർഭങ്ങളിലും ഉണ്ടാക്കുന്നതെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. ഇത് വേറെ ആരുമല്ല പുറത്തുവിട്ടത്, ഫ്രഞ്ച് സർക്കാർ തന്നെയാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. സംഗതി ഫ്രഞ്ച് ഇൻ്റലിജൻസ് ക്ലെയിംസ് ചൈന ട്രൈയിങ് ടു ഫോയിൽ ഗ്ലോബൽ സെയിൽ ഓഫ് റഫേൽ ജെറ്റ്സ്. French military and intelligence officials claim China has deployed its embassies to spread doubts on the performance of French-made Rafale jets following the aerial combat between India and Pakistan in May. The Associated Press news agency, quoting French officials, reported on Sunday that Beijing is working to harm the reputation and sales of France's flagship fighter aircraft. French officials say they have found that the Chinese embassies are trying to undermine Rafale sales by persuading countries that have already ordered the jets, notably Indonesia, not to buy them instead of choose China-made fighters. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അന്ന് സിന്ദൂർ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിമാനങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന് വാർത്ത വന്നപ്പോൾ, നമ്മുടെ വിമാനങ്ങൾ തകർന്നു എന്ന് വാർത്ത വന്നപ്പോൾ, അത് നിഷേധിച്ച് നമ്മുടെ രാജ്യം രംഗത്ത് വന്നപ്പോൾ, പിന്നീട് എന്നാൽ ട്രംപ് 5 വിമാനം തകർന്നു, 4 വിമാനം തകർന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വന്നപ്പോൾ ഞാനെന്നൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിനപ്പുറത്ത് ചൈനയും ഫ്രാൻസുമായി നടത്തുന്ന യുദ്ധമാണ്. അല്ലെങ്കിൽ ചൈനയാണ് ഒരു വശത്ത്. ചൈന നൽകുന്ന ആയുധങ്ങൾ പാകിസ്ഥാൻ എത്രമാത്രം ഗുണകരമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള അവസരമാണ്. നമ്മൾ ഉപയോഗിച്ചത് റഫേലാണ്, പക്ഷേ പാകിസ്ഥാൻ ഉപയോഗിച്ചത് ചൈനയുടെ വിമാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെറിട്ടറിയിൽ നമുക്ക് ചൈനയുടെ വിമാനം വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞ് കാണിക്കുന്ന ചിത്രങ്ങളൊന്നും പുറത്തു വന്നില്ല. പക്ഷേ നമ്മുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പിന്നീട് ട്രംപ് പറയുകയുണ്ടായി. അന്ന് പറഞ്ഞ മാത്യു സാമുവലിനെതിരെയൊക്കെ നമ്മൾ കേസെടുത്തിരുന്നു. ഞാൻ വരുന്നത് ആ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലേക്കല്ല. ഇപ്പോൾ സമാനമായ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഫ്രഞ്ച് ഒഫീഷ്യൽസ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഫ്രാൻസ് പറയുന്നത് തങ്ങളുടെ വിമാനം വിൽക്കാതിരിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധത്തിൻ്റെ സമയത്തെ തിരിച്ചടികളും അക്രമങ്ങളും ഒരു കാരണവും വാർത്തയുമായി എടുത്ത് ഇതിൻ്റെ വിൽപ്പന തടയുകയാണ് ചൈന ചെയ്യുന്നതത്രേ. ഇന്തോനേഷ്യയെ തടഞ്ഞു എന്നാണ് പറയുന്നത്. ഫ്രാൻസിൻ്റെ വേർഷനാണെങ്കിലും സംഗതി ആ യുദ്ധത്തിലൂടെ ചൈനീസ് ഉപകരണങ്ങളുടെ, യുദ്ധോപകരണങ്ങളുടെ ഒരു മൂല്യം ഉയർന്നു എന്ന് പൊതുവിൽ ആഗോളതലത്തിൽ വിലയിരുത്തപ്പെട്ടിരുന്നു. കാരണം ചൈനീസ് യുദ്ധവിമാനങ്ങളുടെ പ്രിസിഷൻ, നമ്മളതൊക്കെ പലതും ചിലതൊക്കെ നമ്മൾ അടിച്ചു, നമ്മുടെ ലക്ഷ്യത്തിലെത്താതെ അത് മാറിപ്പോയി എന്നൊക്കെയുള്ള സംഗതികളൊക്കെ അവിടെയുണ്ട്. പക്ഷേ എങ്കിൽ പോലും ചൈനയുടെ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൻ്റെ വിമാനങ്ങളെക്കാൾ, അല്ലെങ്കിൽ റഫേലിനേക്കാൾ, റഫേൽ എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫ്ലൈറ്റാണ്, അതിന് ഉപയോഗമില്ല, അതുകൊണ്ട് കാര്യമില്ല, അത് വാങ്ങരുത് എന്നാണ് ചൈനീസ് എംബസി പല രാജ്യങ്ങളിലും പ്രചരിപ്പിക്കുന്നത്. അതിന് ഉപോത്ബലകമായി എടുക്കുന്നത് നമ്മളും പാകിസ്ഥാനും തമ്മിലുണ്ടായ യുദ്ധമാണെന്നാണ് ഇപ്പോൾ ഫ്രാൻസ് അവകാശപ്പെട്ടിരിക്കുന്നത്. അത് അൽ ജസീറ റിപ്പോർട്ട് ചെയ്ത വിശദമായ വാർത്തയാണ് അതിലൊരു റെഫറൻസ് പോയിൻ്റായിട്ടുള്ളത്. ഇത് മറ്റു പല മാധ്യമങ്ങളും സമാനമായ രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. യുദ്ധങ്ങൾ നടക്കുമ്പോഴെല്ലാം ആ രാജ്യങ്ങൾക്കിടയിലാണ് യുദ്ധമെങ്കിലും ആയുധക്കച്ചവടം അത് നൽകുന്ന വമ്പന്മാർക്കിടയിലാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എന്ന് വെച്ചാൽ ഇറാനും അമേരിക്കയും തമ്മിൽ അടിക്കുമ്പോൾ ഒരു വശത്ത് അമേരിക്ക ഉണ്ടെങ്കിലും മറുവശത്ത് ചൈനയുടെ പ്രതിരോധ സംവിധാനങ്ങളും പ്രത്യാക്രമണ സംവിധാനങ്ങളുടെയും ചില സംഗതികൾ കൂടി, അല്ലെങ്കിൽ റഷ്യയുടെ അതുകൂടിയാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്നതാണ് ഇത് തെളിയിക്കുന്ന പാഠം.